ലോക്ക്ഡൌണിന്റെ ആദ്യ ദിവസം നിരത്തിലെ കാഴ്ച ഇതായിരുന്നു. ഈ പാസ് ഉണ്ടെങ്കിലേ നമുക്ക് പോയി നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. ലോക്ക്ഡൌൺ നിസ്സാരമാക്കി നിരത്തിലിറങ്ങാമെന്ന് കരുതുന്നവർ ശ്രദ്ധിക്കുക. ഇന്ന് കണ്ട പോലീസിനെയല്ല നാളെ കാണുക. കോവിഡ് വ്യാപനം എന്തും സംഭവിക്കാമെന്ന ആശങ്ക പടർന്ന ദിവസങ്ങൾ. പിന്നാലെ വന്ന ലോക്ക്ഡൌൺ. ഇതിൽ പെട്ടുപോയ ചിലരുണ്ട്, മദ്യപന്മാർ. കരുതൽ ശേഖരം ഒരുക്കാൻ പോലുമുള്ള അവസരം നൽകാതെയായിരുന്നു സർക്കാരിൻ്റെ ലോക്ക്ഡൌൺ പ്രഖ്യാപനം. മദ്യം കിട്ടാതായതോടെ കുടിയന്മാർ പരവേശത്തിലായി. പലരും വീടുകളിലിരുന്ന് അറിയാവുന്നവരെയൊക്കെ വിളിച്ചു. ചിലർക്ക് കിട്ടി, കിട്ടാത്തവർ നിരാശരായി. മദ്യാസക്തിയുള്ളവർക്ക് ഡോക്ടറുടെ കുറിപ്പടി ഉപയോഗിച്ച് നിശ്ചിത കാലയളവിൽ മദ്യം നൽകുന്നതിന് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശം തയ്യാറായി. പിടിച്ചു നിൽക്കാനാകാതെ ചിലർ ജീവിതം തന്നെ അവസാനിപ്പിച്ചു. മറ്റു ചിലർ മാനസിക വിഭ്രാന്തിയിലുമായി. ഇതിനിടയിൽ ചില ബിരുദന്മാർ അബ്കാരികളായി. യൂട്യൂബ് നോക്കി വാറ്റാൻ പഠിച്ചു. വീടുകളിൽ സ്വന്തം മദ്യനിർമ്മാണ കമ്പനികൾ ആരംഭിച്ചവരുമുണ്ട്. ലോക്ക്ഡൌണിൽ മദ്യം കിട്ടാതായതോടെയാണ് പലരും വാറ്റുചാരായത്തിൽ അഭയം പ്രാപിച്ചത്. എന്നാൽ വ്യാജമാറ്റുകാരുടെ ലൊക്കേഷൻ അടക്കം പൊക്കുകയാണ് എക്സൈസ്. അങ്ങനെയിരിക്കെ സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചു. ബെവ്ക്യു എന്ന ആപ്പ് പുറത്തിറക്കി. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മദ്യം വാങ്ങാനുള്ള അവസരം. ബെവ്ക്യു ആപ്പ് വഴിയുള്ള മദ്യവിൽപ്പന ആരംഭിച്ച ആദ്യ ദിനം കൗതുകകരമായിരുന്നു. ഒന്നാമനെങ്കിലും സന്തോഷം നാലാൾ അറിയുന്നതിൽ താല്പര്യം തീരെയില്ലാത്ത ആളാണ് കക്ഷി. ആദ്യ ടോക്കൺ കൊണ്ട് 3 ഫുൾ സ്വന്തമാക്കി. ആശയക്കുഴപ്പങ്ങൾ കാരണം മിക്ക സ്ഥലങ്ങളിലും 9 മണിക്ക് മദ്യവിൽപ്പന ആരംഭിക്കാനാവാത്തത് ആദ്യ നിമിഷങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. ഇന്നലെ വരെ കണ്ടെയ്ൻമെന്റ് സോണിലായിരുന്നതിനാൽ മാനന്തവാടിയിലെ 2 ബാറുകളിലും ബീവറേജ് ഔട്ട്ലെറ്റിലും മദ്യവിൽപ്പന തുടങ്ങിയില്ല. മദ്യവിൽപ്പന അറിഞ്ഞ് എത്തിയതാണ്. ടോക്കണില്ല, ആപ്പിനെ പറ്റി കേട്ടിട്ടില്ല, ഫോണില്ല, ഫോൺ വാങ്ങാനാണെങ്കിൽ പണവുമില്ല. എനിക്കറിയാം, പക്ഷേ ഫോണില്ലല്ലോ. ഒരു മൊബൈൽ അങ്ങ് വാങ്ങിക്കുന്നോ? നമ്മളെ പൈസ ഒന്നുമില്ല. ഈ നിരാശയിൽ കുറച്ചുപേരെങ്കിലും മദ്യപാനം നിർത്തുന്നത് നല്ലതാണ്. ആപ്പിന്റെ സങ്കീർണതയിൽ അങ്ങനെ ചിലരെങ്കിലും രക്ഷപ്പെടട്ടെ. കോവിഡ് കാലത്ത് ഇളവുകൾ നൽകി സർക്കാർ മദ്യവിൽപ്പന ആരംഭിച്ചത് മദ്യപന്മാരോടുള്ള സഹാനുഭൂതി കൊണ്ടായിരുന്നില്ല, മറിച്ച് ഖജനാവിനുണ്ടായ ഭീമമായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാനായിരുന്നു. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.